കേരളത്തിലെ കോൺഗ്രസുമായിട്ട് നേരത്തെ തന്നെ വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാളല്ലേ ശരിക്കും പറഞ്ഞാൽ. ആ തിരുവനന്തപുരത്ത് വരുന്നു, മത്സരിക്കുന്നു, MP ആയിട്ട് പോകുന്നു. പിന്നീട് ഇദ്ദേഹം ഡൽഹിയിൽ തന്നെ അല്ലേ. കേരളത്തിലെ കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ കേരളത്തിൽ ഞാനാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു സർവേ ഒക്കെ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത സർവേ ആണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർവേ വരുന്നു. ആ സർവേയുടെ റിസൾട്ടിൽ നോക്കൂ, കേരളത്തിൽ ഇനി അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളയാൾ ശശി തരൂർ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസുമായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ കൃത്യമായിട്ട് ഈ അധികാരത്തിന് വേണ്ടി മാത്രമല്ലേ ഇപ്പം കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നു. അല്ലല്ല, ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതൊക്കെ എടുത്തിട്ടത് കൊണ്ട് കത്തിപ്പടർന്നത് ചെന്നിത്തലയൊക്കെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇവരാകെ പേടിച്ചു പോയി. കാരണം ഈ ഓരോരുത്തരെ എങ്ങനെ വകഞ്ഞു മാറ്റാം, അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് കയറാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ ആളിൻ്റെ എണ്ണം കൂടി വരുവാണ്. ഇപ്പോൾ ചെന്നിത്തലയൊക്കെ വിചാരിച്ചിരിക്കുന്നത് സതീശനെയും KC വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും ചവിട്ടിയാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാം. തിരിച്ച് സതീശൻ പറയുന്നത് ഈ ചെന്നിത്തലയും KCയും ചവിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് മുഖ്യമന്ത്രിയാവും. KC വേണുഗോപാൽ വിചാരിക്കുന്നത് ഇവന്മാരെല്ലാം ഇവിടെ കിടന്ന് അടിക്കട്ടെ, ഞാൻ ചെന്ന് സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകാം എന്നാണ് KC വേണുഗോപാൽ. അതിൻ്റെ ഇടയിൽ താണ്ട് വേറൊരാൾ പൊക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിയായി. മറ്റേ സന്ദേശം സിനിമയില്ലേ, സന്ദേശ സിനിമയിലല്ലേ അവന്മാർ രണ്ടുപേരും മര്യാദക്കുമ്പോഴേക്കും അടുത്തവൻ കൂടി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അത് ശശി തരൂർ അങ്ങനെ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവന്മാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും. കാരണം ശശി തരൂരിന് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ ഉപരി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് BJP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാകാം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാവാം, ഭാവിയിൽ രാഷ്ട്രപതി പോലും ആയേക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേരള മുഖ്യമന്ത്രിക്ക് ഇവിടെ കിടന്ന് ഈ കടിപിടി കൂടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ KC വേണുഗോപാൽ ഈ സമയമാകുമ്പോൾ എന്തായാലും അവിടെ ചെന്ന് സോണിയാഗാന്ധി എടുത്ത് രാഹുൽ ഗാന്ധി എടുത്ത് പറയും, അമ്മേ ഇത് ഇവിടെ എന്ന് പറഞ്ഞവന്മാരെല്ലാം തമ്മിലടിയാ, ഞാൻ ചെത്താൻ ശരിയാവത്തോളം പറയുമ്പോൾ അമ്മ പറയും മോൻ പൊക്കോ എന്ന് പറയും. അപ്പോഴത്തെ യുവന്മാർ ഇവിടുന്ന് വണ്ടി വിളിച്ച് ഡൽഹിയിലെത്തുമ്പോഴത്തേ ഇവിടെ സത്യപ്രതിജ്ഞയും കഴിയും. അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ശശി തരൂരിന് എന്തായാലും നല്ല കഴിവുണ്ട്. അയാളെപ്പോലെ കഴിവുള്ളൊരു വ്യക്തി കോൺഗ്രസ് വേറെ ഇല്ല, രാഹുൽ ഗാന്ധി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരാളിനെ ഉയർത്തിക്കൊണ്ട് വന്നാൽ ഇവന്മാർക്ക് തന്നെ പാരയാവും എന്നുള്ളതുകൊണ്ട് ഇവന്മാർ തന്നെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ ശശി തരൂർ അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളില്ല ചിലർ സ്കൂളിൽ പോകാൻ മടിയുള്ള പിള്ളേരെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കും, അപ്പം സ്കൂളിൽ നിന്ന് പുറത്താക്കുമല്ലോ. അതുപോലെയാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല സ്കൂളിൽ നിന്ന് ഇപ്പം തനിയെ ഇറങ്ങിപ്പോയാൽ വീട്ടുകാരെല്ലാം വഴക്ക് പറയും, ഇതാകുമ്പോൾ പുറത്താക്കി, ടീച്ചർ പുറത്താക്കി എന്ന് പറയാമല്ലോ. അപ്പോൾ അതുപോലെ ഇരിക്കുവാണ് ശശി തരൂർ. എങ്ങനെയെങ്കിലും അവന്മാരൊന്ന് ചവിട്ടി പുറത്താക്കിയെങ്കിൽ എന്നും പറഞ്ഞാണ് ശശി തരൂർ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.